വാഴയ്ക്കയും കൊണ്ട് സ്പെഷ്യലായിട്ടൊരു തോരൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമുക്ക് 2 വാഴയ്ക്ക വേണം. അതിനെ ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയെടുക്കുക കേട്ടോ. അതിന് തൊണ്ടൊന്നും കളയണ്ട. എന്നിട്ട് നമുക്കൊരു പാനിൻ്റെ അകത്ത് വെള്ളം എടുത്ത് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം എടുത്ത് അതിനെ വേവിക്കാൻ വെക്കുക കേട്ടോ. അത് വേവുന്ന സമയം നമുക്കൊരു മസാല തയ്യാറാക്കാവേ. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കർ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. പിന്നീട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളി മതി, ഒരു 1/4 ഇഞ്ചോളം ഇഞ്ചിയും. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് ചെറുതീയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. നന്നായിട്ട് വരട്ടി വരണത്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതീയിൽ വരണ്ട് വരട്ടെ. എന്നിട്ട് പിന്നെ ചൂടാറാൻ വെക്കാം. മിക്സിയിൽ അടിച്ചെടുക്കണം. തീരെ അരഞ്ഞു പോകരുത്. ഒന്ന് പതുക്കെ ഒന്ന് കടിച്ചെടുക്കാൻ പാകത്തിന് നൈസായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുവേണ്ടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വാഴയ്ക്കൊക്കെ വെന്തായിരിക്കുന്നത് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഉടച്ചെടുക്കുന്നൊരു സംഗതി വെച്ച് നമുക്ക് ഉടച്ചെടുത്ത് മാറ്റി വെക്കുക. പിന്നീട് ഒരു പാൻ എടുത്ത് എണ്ണ ചൂടായി കടുക് വിട്ട് ഉഴുന്നും ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് 1.5 സവോള നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ വാഴയ്ക്കയും പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇട്ട് ചെറുതീയിൽ നമുക്ക് എടുക്കാവേ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരും ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലല്ലോ, മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. താങ്ക് യു.